തന്നെ ഒരേ പേര് വന്നപ്പോൾ ആ സ്വതന്ത്രൻ ആദ്യത്തെ സ്വതന്ത്രനായിട്ട് ആൾ കയറി വന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായി. ചിഹ്നങ്ങൾക്കും സിമിലാരിറ്റി വന്നു. അപ്പോൾ അത് നന്നായി ബാധിച്ചു. അതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ജനാധിപത്യമാണ്. എങ്ങനെ ജയിച്ചു എന്നുള്ളതല്ല, ജയിച്ച ആൾ ജയിച്ചു, പരാജയം നമ്മൾ ഉൾക്കൊള്ളുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അപരനും അതോടൊപ്പം തന്നെ ചില ചിഹ്നങ്ങളുമെല്ലാം തന്നെ സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങളെ ബാധിക്കാറുണ്ട്. നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരാളുടെ വിജയത്തെ അത് ഈ ബാധിച്ച ചരിത്രം അധികം ഇല്ല. അത് ഭൂരിപക്ഷത്തെ എല്ലാം തന്നെ ഒരുപക്ഷെ ബാധിക്കാറുണ്ട്. എന്നാൽ ചിറ്റൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് അപരൻ കാരണമായിരിക്കുന്നു. ഇത് ബാലറ്റ് പേപ്പറിന്റെ മാതൃകയാണ് ഉള്ളത്. ഇതിൽ മൂന്നാമതാണ് അഡ്വക്കേറ്റ് B മുരുകദാസ്. മോതിരമാണ് ചിഹ്നം. അതാണ് LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. നാലാമത്തേത് അപരനാണ്. അതേ പേരാണ്, മുരുകദാസ് P. അദ്ദേഹത്തിന് നെക്ലസ് ആണ് ചിഹ്നം. അത് ഒരു വലിയ മോതിരമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും മുരുകദാസ് എന്നോടൊപ്പം ഉണ്ട്. ഈ അപരൻ ഇങ്ങനെ ഒരു പണി തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം, ഇങ്ങനെ ഒരു അപരൻ സ്ഥാനാർത്ഥിത്വമൊക്കെ വന്നപ്പോൾ കുറച്ച് വോട്ടുകൾ മാറാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്നു. അതിനുള്ള ഒരു മുൻകരുതലുമൊക്കെ നമ്മളെടുത്ത് പ്രചരണ രംഗത്തൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് ഇത്രയധികം സ്വാധീനിക്കപ്പെടും എന്ന് കരുതിയില്ല. അത് അടുത്തടുത്ത പേരുമായി ചിഹ്നങ്ങൾക്ക് സിമിലാരിറ്റിയും വന്നത് നന്നായി ബാധിച്ചു എന്ന് തന്നെയാണ്. അതായത് ഒരേ പേര്, അടുത്തടുത്ത ചിഹ്നം, ഒരേ രൂപത്തിലുള്ള ചിഹ്നം എല്ലാം ബാധിച്ചു. അത് ബാധിച്ചു. അത് നമ്മൾ ഇത്തവണ ഒരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന ISJD രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാറ്റഗറിയിലേക്ക് വരില്ല. അപ്പോൾ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി, റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ താഴെയാണ് ആൽഫബറ്റിക്കൽ നമുക്ക് ബാലറ്റിലേക്ക് വരുമ്പോൾ ചിഹ്നം. രജിസ്റ്റേർഡ് പാർട്ടികൾ, റെക്കഗ്നൈസ്ഡ് പാർട്ടി, രജിസ്റ്റേർഡ് പാർട്ടി, അത് കഴിഞ്ഞ സ്വതന്ത്രം. ഇവിടെ രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രന്മാരായി. വേറെ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടികൾ മത്സരരംഗത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ പേര് വന്നപ്പോൾ ആ സ്വതന്ത്രൻ ആദ്യത്തെ സ്വതന്ത്രനായിട്ട് ആൾ കയറി വന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായി. ചിഹ്നങ്ങൾക്കും സിമിലാരിറ്റി വന്നു. അപ്പോൾ അത് നന്നായി ബാധിച്ചു. അതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. സാധാരണ ഈ നെക്ലസ് അല്ലെങ്കിൽ മാല എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഒരു വലിയ മോതിരമായിട്ടാണ് ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ തോന്നുന്നത്. നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ നെക്ലസിനെ തനിച്ചെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഈ സിമിലാരിറ്റി തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ ഇത് അടുത്തടുത്ത് വരുമ്പോൾ പലർക്കും മോതിരം തിരിച്ചു വെച്ച ഒരു രൂപമാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഇത് ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. ഒബ്ജക്ഷൻ്റെ അടിസ്ഥാനത്തിൽ കുടം ചിഹ്നം കൊടുക്കാനാണ് വിഡ്രോവലിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ, റിട്ടേണിംഗ് ഓഫീസിന് മുമ്പിൽ ധാരണയായത്. പക്ഷേ കുടം എന്നുള്ള ചിഹ്നം സംസ്ഥാനത്ത് ആർക്കും കൊടുക്കണ്ട എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ കൊടുത്ത ഓപ്ഷൻ മറ്റൊന്ന് വളയായിരുന്നു. അപ്പോൾ അത് ഇതിലും സിമിലാരിറ്റി ഉള്ളതാണ്. പക്ഷെ നമ്മളൊന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് വേണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്ത് ഈ 3 ചിഹ്നങ്ങൾ, ഇതേ ചിഹ്നം തന്നെ നമ്മളും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും ചോദിക്കുന്ന ചിഹ്നങ്ങൾ പറയുമ്പോൾ രണ്ടുപേർക്കും കൊടുക്കാത്ത അവസ്ഥയൊക്കെ വരും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നും നോക്കി കണ്ടില്ല. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് മത്സരരംഗത്തേക്ക് വരിക എന്നുള്ള അപ്പുറത്ത് പ്രാദേശികമായ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പോലെ നോക്കി ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളും അങ്ങനെയൊന്നും നോക്കിയില്ല. നമ്മളൊരു 2 മുന്നണികൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ മുന്നണികളും രാഷ്ട്രീയം പറഞ്ഞിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ ഫോർമലായിട്ടുള്ള ഒബ്ജക്ഷൻ പറഞ്ഞു, അതിനനുസരിച്ചിട്ട് പോയി. അത് ഇത്രത്തോളം ബാധിക്കും എന്നറിഞ്ഞില്ല. എന്തായാലും ആളുകൾ മോതിരം അന്വേഷിച്ചു വന്നാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. മോതിരത്തിൽ രേഖപ്പെടുത്തിയ വോട്ടാണ് 6984 വോട്ട് എന്നുള്ള നിലയിൽ P മുരുകദാസിന് കിട്ടിയത്. അത് വോട്ടർമാർ നമ്മളെ തിരസ്കരിച്ചിട്ടില്ല എന്ന ബോധ്യം നമുക്കുണ്ട്. അതായത് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് ഈ അപര സ്ഥാനാർത്ഥി നേടിയിട്ടുണ്ട്. അതിനേക്കാൾ 474 വോട്ടിൻ്റെ അധികം അപരൻ സ്ഥാനാർത്ഥി നേടിയിട്ടുണ്ട്. ജനാധിപത്യമാണ്. എങ്ങനെ ജയിച്ചു എന്നുള്ളതല്ല, ജയിച്ച ആൾ ജയിച്ചു, പരാജയം നമ്മൾ ഉൾക്കൊള്ളുന്നു. തീർച്ചയായിട്ടും നമ്മളെ വിശ്വസിച്ച ജനത ഈ നാട്ടിലുണ്ട്. ചിറ്റൂരിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയിലും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. കാരണം കേരളത്തിൽ ഇത്രയും വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നപ്പോഴും ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയ വോട്ടുകളാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ഈ ചിറ്റൂരിലെ ജനത ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഒപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ ഇതുവരെ എങ്ങനെയാണോ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നത് ആ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തന രംഗത്ത് ഇനിയും തുടർന്നും ഉണ്ടാവും. ഈ അപരന പരിചയം ഉണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് കേട്ടത്. ഞാൻ ഇന്നൊരു പത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തന്നെ കണ്ടത്.
ബാലറ്റിൽ പോലും നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് ശ്രദ്ധിക്കണമായിരുന്നു. ശ്രദ്ധിച്ചില്ല. നമ്മളങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ശ്രമിച്ചത്. നമ്മൾ ഈ കാര്യങ്ങളിലൊന്നും ഇത് ഇത്രയധികം ഗൗരവകരമായി കയറി വരും എന്നൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല. ചെറിയ സിമിലാരിറ്റി ഉണ്ട് എന്ന് വീട്ടിലെ വോട്ട് വന്ന സമയത്ത് ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിഹ്നത്തേക്കാൾ 3-ാം നമ്പർ എന്നുള്ള നിലയിൽ ആളുകളോട് പഠിപ്പിക്കാനും നമ്മുടെ സ്ക്വാഡ് പ്രവർത്തകരോട് അങ്ങനെയാണ് നമ്മൾ ശ്രമിച്ചത്. അതിനിടയിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഇതിൻ്റെ നോട്ടീസ് ചിത്രങ്ങൾ അടിച്ച് വിതരണം ചെയ്യാനൊക്കെ ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണെങ്കിലും നമ്മൾ അതിലൊന്നും അത്ര വലിയ സംഭവമായി കണ്ടില്ല. നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു, ചിഹ്നം ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുമെന്ന്. അപ്പോഴൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത്ര സിമിലർ ആയിട്ടത് വരുന്നു. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കൃത്യമായിട്ടത് മോതിരവും നെക്ലസുമാണ് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് 3-ാം നമ്പർ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരിടുന്നത് എന്നുള്ള നിലയിലാണ്. പക്ഷെ അത് ഈ തരത്തിൽ ബാധിക്കും. ഇപ്പോൾ നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്കത് എടുത്ത് നോക്കിയാൽ ഇത് രണ്ടും വേറെ നോക്കിയാൽ ആ ചിത്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഒരിക്കലും ഇത്ര സിമിലർ ആണെന്ന് അറിയില്ല. പിന്നെ തൊട്ടടുത്ത് വരികയും പോളിംഗ് ബൂത്തിലേക്ക് കയറി വരുമ്പോൾ വേഗം വോട്ട് ചെയ്ത് വരണം എന്നുള്ളൊരു ഇതിൽ പോയി കാണുന്ന ആദ്യത്തെ ചിഹ്നമെന്ന് കണ്ണിൽപ്പെടുന്നതിലേക്ക് മോതിരം വന്ന് തോന്നുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വെച്ചതുപോലെയാണ് അത് തോന്നുക. അങ്ങനെ രൂപത്തിലേക്ക് ചെയ്തു പോയതാവാം. അതാണ് സാധ്യത. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് തമിഴ് സംസാരിക്കുന്ന മാതൃഭാഷയായ ആളുകളുണ്ട്. അവർ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും മാധ്യമങ്ങളിലൂടെ, കേരള മാധ്യമങ്ങളിലൂടെ, മലയാള മാധ്യമങ്ങളിലൂടെ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ പ്രായമായ ആളുകൾ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാം ഈ ബാലറ്റിൽ നമുക്ക് തമിഴിലല്ല എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ വായിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ പൊതുവേ അങ്ങനെ വായിക്കാൻ അറിയുന്നവരും വായിച്ച് വോട്ട് ചെയ്യുന്നല്ല. ഇതിപ്പോൾ ഈ നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണല്ലോ, സ്വതന്ത്രന്മാരല്ലല്ലോ മത്സരരംഗത്ത്. കൂടുതലും രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണികളുടെ സ്ഥാനാർത്ഥികളായതുകൊണ്ട് ചിഹ്നം തന്നെയാണ് ഒരു പ്രധാനമായിട്ട്. അപ്പോൾ ചിഹ്നത്തിനെ കണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വേണ്ട വിധം ചിലപ്പോൾ അവരുടെ ഇടയിലേക്ക് എത്തിക്കാൻ നമ്മൾ താഴെയൊക്കെ എത്തിച്ചു. ചിഹ്നം പുതിയതായിരുന്നു. ആ ചിഹ്നം ജനങ്ങളുടെ ഇടയിൽ എത്തി എന്നുള്ളത് നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദിച്ചല്ലോ, പുതിയ ചിഹ്നമാണ് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ കഴിയുമെന്ന്. മോതിരം എന്നുള്ള ചിഹ്നം ജനങ്ങളുടെ ഇടയിൽ എത്തി എന്നുള്ളതാണ് ഈ വോട്ട് നമുക്ക് സൂചിപ്പിക്കുന്നത്. ആ ചിഹ്നം എത്തിയില്ലായിരുന്നുവെങ്കിൽ വേറെയും സ്വതന്ത്രന്മാരുണ്ട്. ആർക്കെങ്കിലും ആ സ്വതന്ത്രന്മാർക്ക് ഇടതുപക്ഷത്തിനും UDF-നും ചെയ്യണ്ട എന്ന് ആഗ്രഹിച്ച ആളുകളാണ് ഈ വോട്ട് ചെയ്തതെങ്കിൽ വേറെയും സ്വതന്ത്രന്മാരുണ്ട്, അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്തേനെ. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തതല്ല, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മോതിരത്തിൽ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരാണ്. മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കൊക്കെ 100-200 വോട്ടിൻ്റെ താഴെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവർക്കാർക്കും ആരും വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കറ്റയേന്ത്യ കർഷക സ്ത്രീ എന്നത് ചിറ്റൂരുകാരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലുള്ള, അതിപ്പോൾ കൈപ്പത്തി പോലെ അരിവാൾ ചുറ്റുക പോലെ അറിയുന്ന ഒരു ചിഹ്നമാണ്. അപ്പോൾ അത് ഈ കൈവിട്ട് പോയി, അത് നിങ്ങളുടെ ഒരു നിലപാടിൻ്റെ കൂടെ ഭാഗമായിട്ട് അതായത് അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ബാധിച്ചതായി കണക്കാക്കുന്നുണ്ടോ? അല്ല, കുറേയൊക്കെ അത് ബാധിച്ചിട്ടുണ്ടാകും. കാരണം 4 മാസം മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉപയോഗിച്ച ചിഹ്നം കറ്റയേന്ത്യ കർഷക സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഈ ചിഹ്നം വേണം. നമ്മൾ ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചിഹ്നം മാറാൻ തീരുമാനിച്ചത്, പുതിയ പാർട്ടി രജിസ്ട്രേഷൻ തീരുമാനിച്ചതൊക്കെ ആണെങ്കിലും അവരുടെ മനസ്സിൽ കിടക്കുന്ന, ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളുടെ മനസ്സിൽ ജനതാദളിൻ്റെ ചിഹ്നമായി കിടക്കുന്നത് കറ്റയേന്ത്യ കർഷക സ്ത്രീയാണ്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ 2009 വൃക്ഷം ചിഹ്നത്തിൽ നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. അന്നൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുമുണ്ട്. ചിഹ്നം എത്തിക്കാൻ കാര്യത്തിൽ നമ്മുടെ പ്രവർത്തകർ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചിഹ്നം ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുമുണ്ട്. മോതിരം അത് വളരെ പെട്ടെന്ന് റീച്ചാവുകയും ചെയ്തു. ഓർമ്മയിൽ നിൽക്കുന്നൊരു ചിഹ്നം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് റീച്ചാവുകയും ചെയ്തതാണ്. പക്ഷേ ഇവിടെ വന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മളെ പരാജയപ്പെടുത്തി എന്ന് വേണം പറയാൻ. അതായത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ അവരുടെ ചിഹ്നമായി ലഭിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ്. അതായത് ഒരു ചക്രവും അതിന് അകത്ത് ഒരു ഇലയുമാണ്. അത് ലഭിച്ച് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അത് തങ്ങളുടെ ഔദ്യോഗിക ചിഹ്നമാകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിലിനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും കോടതിയുടെയും എല്ലാം നിലപാട് വളരെ സുപ്രധാനമായി വരും. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.